പരസ്യപ്രസ്താവനകൾ നേതാക്കൾക്ക് ചേർന്നതല്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നേതാക്കളെ നേതൃത്വം ശാസിക്കുമെന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. ആ പ്രതികരണം കേൾക്കാം. PCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കേണ്ട, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണമെന്നും തീരുമാനിക്കേണ്ട. അത് പാർട്ടി നേതൃത്വം, കേരളത്തിലൊരു പാർട്ടി നേതൃത്വമുണ്ട്, UDF നേതൃത്വമുണ്ട്. അവർ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആലോചിച്ച്, ഘടകകക്ഷി നേതാക്കളായിട്ട് ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാർ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ സ്വയം സ്ഥാനാർത്ഥി ചമയാണ്. അതാണ് ഒരാളും സ്വയം സ്ഥാനാർത്ഥി ചമയണ്ട. അതാണ് കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ശരത്ത് നമുക്ക് തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് ഈവനിങ്. അവസാന ഘട്ടത്തിലെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് എംപിമാർ. ഇപ്പം കെ സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവരൊക്കെ പ്രത്യേകിച്ചും സമ്മർദ്ദം തുടരുന്നു. സുധാകരൻ പറഞ്ഞത് തനിക്ക് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ടെന്നാണ്. അടൂർ പ്രകാശ് സമുദായ പിന്തുണയുണ്ടെന്നും പറഞ്ഞും സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നു. കെ സുധാകരന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതുപോലെ പ്രതിപക്ഷ നേതാവ് പാർട്ടി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന്. മാത്രവുമല്ല, ഈ CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന്റെ കാര്യത്തിലെ തർക്കങ്ങളൊക്കെയും നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. അപ്പം ഇന്നത്തെ വി.ഡി. സതീശന്റെ ഈ പ്രതികരണത്തെയൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ് കണക്കെ കണ്ടുകൂടെ? ഈ അവസാനവട്ട, നിലവിലെ ഡൽഹിയിലെ അവസാനവട്ട ചർച്ചകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ചേർത്ത് ഇന്നൊരു പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കാമോ? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. ഞാനിപ്പോൾ നിൽക്കുന്ന AICC ആസ്ഥാനത്താണ്. 24 ജനുവരി സോണിയാഗാന്ധിയുടെ വീടിന് തൊട്ടടുത്തുള്ള AICC ഓഫീസിന്, പഴയ ഓഫീസ് എന്ന് പറയും. ഇവിടെയാണ് ഇപ്പോൾ മധുസൂദൻ മിശ്രയെ കാണാം. മധുസൂദൻ മിശ്രയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, അതേപോലെ തന്നെ അനിൽകുമാർ MLA, അതേപോലെ വിഷ്ണുനാഥ് എന്നിവരും വി.ഡി. സതീശനും അതേപോലെ തന്നെ KPCC അധ്യക്ഷനും പങ്കെടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്നത്തെ ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പുറമെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം എന്ന് തന്നെ വേണം. ഇന്ന് രാവിലെ തന്നെ രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. ദീപദാസ് മുൻഷി കേരള ഹൗസിലെത്തി രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ദീപദാസ് മുൻഷി ശേഷമാണ് ഇത്തരമൊരു യോഗം നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ട രണ്ടെണ്ണമാണ്. ഒന്ന്, പ്രധാനമായിട്ടും MPമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നത് ഇന്ന് തീരുമാനിക്കപ്പെടും. അതിൻ്റെ മുന്നോടിയാണ് നേരത്തെ MPമാർ മത്സരിക്കേണ്ട എന്ന KPCC തീരുമാനത്തോട് വിയോജിപ്പിച്ചുകൊണ്ട് സുധാകരൻ നേരിട്ട് മത്സരിക്കാനുള്ള പ്രഖ്യാപിച്ചുള്ള ഈർഷ്യ പ്രതിപക്ഷ നേതാവ് പ്രകടമാക്കിയത്. പരോക്ഷമായിട്ടാണെങ്കിലും അത്തരമൊരു ഈർഷ്യ പ്രകടനമാണ് പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആവട്ടെ, ഡൽഹിയിലാവട്ടെ, ഇത്തരമൊരു ആ തരത്തിലുള്ള ചർച്ചകളിലൊന്നുമല്ല. നേരത്തെ പ്രധാന മിശ്രി തന്നെ പറഞ്ഞത്, മിശ്രിയോടൊരു ചോദ്യം ചോദിച്ചു, KC വേണുഗോപാൽ മത്സരിക്കുമോ, ദാറ്റ് വി വിൽ കം ആഫ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഒഴുക്കൽ മറുപടി കൊടുത്തു. പെട്ടെന്ന് നിഷേധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ, ഇപ്പോൾ യോഗം തുടങ്ങിയിട്ട് 4 മണി, ഇപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റുമായി. അപ്പോൾ മിശ്രി അല്പം താമസിച്ചാണ് വന്നത്. എന്നാൽ കൂടി തന്നെ യോഗത്തിൽ ആദ്യമായി തിരുവനന്തപുരത്തും അതേപോലെ തന്നെ MPമാരുടെ അതുപോലെ MLAമാർ മത്സരിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ 40ഓളം അല്ലെങ്കിൽ 50ഓളം പേരുകൾ ഇന്ന് ക്ലിയർ ചെയ്തുകൊണ്ട്, സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറണം. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ തന്നെ ഈ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതിയുടെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും. ഇപ്പോൾ പ്രധാന തർക്കമുള്ളത് MPമാർ മത്സരിക്കുമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് സേതുലക്ഷ്മി. ഏതായാലും അത് ഇക്കാര്യത്തിൽ തീരുമാനം. അതേപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ VS ശിവകുമാർ നടത്തുന്ന സമ്മർദ്ദങ്ങൾ ഒരു വഴിയുണ്ട്. അതേപോലെ തന്നെ UDFിൽ പട്ടാമ്പിയും അതേപോലെ ബേപ്പൂർ സീറ്റും സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ലീഗുമായിട്ടുള്ള ചർച്ച നടത്തേണ്ടതുണ്ട്. ലീഗ് നേതാക്കൾ ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നേരിട്ട് ചർച്ച നടത്തിയില്ല. കേരളത്തിൽ മാത്രമാണ് ചർച്ച നടത്തിയത്. അതുകൊണ്ട് സീറ്റ് വെച്ച് മാറുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് നേരത്തെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ തീരുമാനിക്കുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇത്തരമൊരു അതായത് 20 MLAമാർ, അതിൽ 2 MLAമാരുടെ കാര്യത്തിൽ നേരത്തെ ചർച്ചകളുണ്ട്. അത് പക്ഷേ അത് ദീപദാസ് മുൻഷിയും അതുപോലെ രമേശ് ചെന്നിത്തലയും അതേപോലെ KPCC പ്രസിഡന്റും കൂടി ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ ചർച്ചയിൽ അത് പരിഹാരമായി
വ്യക്തമായിട്ടുണ്ട്. 20 MLA-മാർക്ക് മത്സരിക്കാൻ അനുവാദം നൽകുമെന്ന് തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ കേരള നേതാക്കൾ ഏകകണ്ഠേന ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പം ശരത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇനിയിപ്പം അറിയേണ്ട ഒരു കാര്യം, ഇപ്പം നിലവിൽ ഈ വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് സിറ്റിംഗ് MLA-മാർക്കൊക്കെയും മത്സരിക്കാൻ നിർദ്ദേശം കൊടുക്കുമെന്നാണ്. ഇപ്പം നമുക്കറിയുന്ന പോലെ രണ്ടിടങ്ങളിൽ ഇല്ല, ഇപ്പം പാലക്കാടും അതേപോലെ തന്നെ തൃപ്പൂണിത്തുറയും, ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MLA-മാർക്ക് തന്നെ മത്സരിക്കാൻ അവസരം കൊടുക്കും. മറ്റിടങ്ങളിലായിരിക്കും ചർച്ചകൾ നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ MP-മാർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുമോ എന്നുള്ളതാണ്. നിലവിലെ സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ച് ആർക്കെങ്കിലും ഇളവ് കൊടുക്കുമോ ഇല്ലെന്നൊക്കെ നമുക്കിനി കാത്തിരുന്നറിയാം.